നമുക്കിന്ന് ഫ്രഞ്ച് ഫ്രൈയും ചൂട് ചായ ഉണ്ടാക്കിയാലോ? അങ്ങനെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈക്കുള്ള എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പാലും വെച്ചിട്ടുണ്ട്. നോക്കണേ, ചായ ഇടാൻ പാലും വെച്ചിട്ടുണ്ട്, രണ്ടും വെച്ചിട്ടുണ്ട്. പാല് ചൂടായി വരുമ്പോഴാണ് ഞാൻ തേയിലയും പഞ്ചസാര ഇടുന്നത്. അതിനുശേഷം നമുക്ക് എണ്ണ നല്ല രീതിയിൽ ചൂടാവണം. അതിനുശേഷം ഫ്രഞ്ച് ഫ്രൈഡ് ഇത് നമുക്കിടാൻ പറ്റും, അല്ലെങ്കിൽ പണി പാളും. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഫസ്റ്റ് ഞാൻ പരീക്ഷിച്ചതാണ് കേട്ടോ, ഒരെണ്ണ വിട്ട് എങ്ങനെ ഉണ്ടെന്നറിയാൻ വേണ്ടി. ഞാൻ ആദ്യത്തെ കുഴപ്പമില്ലെന്ന് ഏട്ടൻ പറഞ്ഞു. എന്നാൽ ഇവനെ ഞാൻ ഇളക്കി കൊടുക്കുവാണ്. കാരണം ഒരു ഗോൾഡൻ കളറാകുമ്പോൾ ഇവനെ എടുക്കണം, എന്നാൽ മാത്രമേ തിന്നാൻ ടേസ്റ്റുള്ളൂ. നമ്മുടെ പാലിട്ടിട്ട് ചൂടായിട്ടില്ല. എല്ലാ സാധനങ്ങളും സെറ്റാക്കി അടുത്ത് വെച്ചോണം. അല്ലാതെ ഇത് ഫ്രൈ ചെയ്തിട്ട് സാധനം എടുത്തോണ്ടാണ് നിന്ന് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞ് ഉപ്പുപ്പ പോലെ. അങ്ങനെ നമ്മുടെ ചായ നല്ല സ്ട്രോങ് ചായ ആയിക്കഴിഞ്ഞ് തിളച്ച് മറിയാണ്. ഞാൻ കണ്ണൻ ദേവൻ്റെ തേയിലാണ് ഇടുന്നുണ്ട്. കണ്ണൻ ദേവ ക്ലാസിക് നല്ല തേയിലയാണ്, നല്ല സ്ട്രോങ് ആണ് തേയില. സൂപ്പർ ചായക്കിടാനേ. ഇങ്ങനെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. സോസും ഉണ്ട് കോമ്പിനേഷനായിട്ട്. പിന്നെ നമ്മുടെ ചായയും. എന്നിട്ട് നമുക്കിത് കഴിക്കാമേ. ഫ്രഞ്ച് ഫ്രൈ ഞാൻ കഴിക്കാൻ പോവുകയാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. സോസിനകത്ത് മുക്കുവാണ് കേട്ടോ. മുക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈ സൂപ്പർ പൊളി. ഞാൻ ഉണ്ടാക്കിക്കൊണ്ടൊന്നും പറയുന്നില്ല, പക്ഷേ കൊള്ളാൻ ഫലം കേട്ടോ. എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കി, ഞാൻ തന്നെയാണ് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഫസ്റ്റ് എനിക്കല്ലേ വരുത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ആദ്യം കഴിക്കുന്നത്. ഈ സാധനം കൊള്ളാം, സൂപ്പർ ടേസ്റ്റ്. ഇത് നമ്മൾ ഉരുളക്കിഴങ്ങാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉരുളക്കിഴങ്ങ് എടുത്ത് ക്ലീൻ ചെയ്ത് വെട്ടി കണ്ടിച്ച് ചെയ്യാനുള്ള മടി കൊണ്ടായിരിക്കും എല്ലാവരും കടയിൽ നിന്ന് പുറത്ത് മേടിക്കുന്നത്. ഇത് നമ്മൾ തന്നെയെന്ന് മേടിക്കാൻ തന്നെ ആദ്യം ഞാൻ ഏട്ടൻ എന്നെ കൊണ്ടൊന്നും വയ്യ, എനിക്ക് ചെയ്യാനും വയ്യ, ഭയങ്കര പാടാന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഏട്ടൻ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കുന്നതെന്ന്. പക്ഷേ ഇത് ഫ്രൈ ചെയ്യാൻ സൂപ്പറാണ്, നല്ല എളുപ്പമുണ്ട്. രക്ഷയില്ല സാധനം, നല്ല ടേസ്റ്റ് ഉണ്ട്.